പ്രിയപ്പെട്ടവരെ, മത്തായി ചേട്ടൻ ഇനി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് പറയും. അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി മത്തായി ചേട്ടൻ സംസാരിക്കുന്നത്. ഓക്കെ, പറഞ്ഞോ. ഞങ്ങളുടെ ഭൂമി, അച്ഛനും അമ്മയ്ക്കും എന്തായിരുന്നു ജോലി? അവർക്ക് കൃഷിപ്പണിയായിരുന്നു. എന്ത് കൃഷി? നെൽകൃഷിയാണ്. പിന്നെ വീട്ടിലെ നെൽകൃഷി, അതാത് സമയത്തുള്ള കൃഷികൾ, അതായത് കുറച്ച് നെല്ലുണ്ടാവും, പിന്നെ കുറച്ച് കപ്പ, അതുപോലെ തന്നെ തീറ്റയ്ക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നാണ്യവിളകൾ എന്ന് പറഞ്ഞ കാര്യം പിന്നീട് വന്നപ്പോൾ നാണ്യവിളകൾ ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നതിനുള്ള പുല്ല്, തിരുവപ്പുല്ല്, ചൂട്ടംപുല്ല്, അത് കൃഷി ചെയ്തു. അത് നമുക്ക് വരുമാനമാർഗം അതേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എന്തായിരുന്നു കൃഷി? കശുവണ്ടി കുറച്ചുണ്ടായിരുന്നു. അത് ചെറിയ വരുമാനമാർഗ്ഗമാണ് കശുവണ്ടി. പിന്നെ പുൽത്തൈലം, ഈ പുല്ല് വാറ്റില്, അങ്ങനെയുള്ളത്. പിന്നെ നെൽകൃഷി, കുറച്ച് നെൽകൃഷിയുണ്ട്. അപ്പോൾ ഇന്നുള്ള രീതിയിൽ ഇന്നത്തെ കൃഷികളൊന്നും തന്നെ അന്ന്, അത് മീൻസ് പൈനാപ്പിള്, ജാതി, കൊക്കോ, റബ്ബർ. ഇപ്പം റബ്ബറൊക്കെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? റബ്ബർ ഒരു 980 മുതൽ കഷ്ടി കുറേശ്ശെ വന്നു റബ്ബർ വന്നുള്ളൂ. കപ്പ അതിന് മുമ്പ് കപ്പയായിരുന്നു മെയിൻ. കപ്പയാണ്. കപ്പ കൃഷിക്ക് ശേഷമാണ് കപ്പ നിർത്തി റബ്ബറിലേക്ക്. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ മറ്റു കാര്യങ്ങൾ, അന്നത്തെ ഭക്ഷണ രീതി, നിങ്ങൾ രാവിലെ, ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾ രാവിലെ ചിലപ്പോൾ ന്യൂഡിൽസ് ആയിരിക്കും കഴിക്കുന്നത്, പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ ബിരിയാണി കഴിക്കും, വൈകുന്നേരം അൽഫാം കഴിക്കും, ഷവർമ കഴിക്കും. അന്ന് ചേട്ടൻ്റെ ബാല്യത്തിൽ, അതായത് ഒരു 10-15 വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞങ്ങൾക്ക് കപ്പയാണ് മെയിനായിട്ടുള്ളത്. കപ്പ വാട്ടി, അത് വെളിച്ചെണ്ണയൊന്നും മേടിക്കാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തലവെടുത്താനും അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ കൂട്ടത്തിനൊന്നും കടുപൊട്ടിക്കാനൊന്നും വന്ന് വലിയ ദിവസങ്ങളിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിക്കും. ബാക്കിയൊക്കെ ഈ ഒരു വക വെട്ടിക്കൂട്ട് പോലെ കഴിക്കുള്ളൂ. ഇന്നിപ്പോ കടുക് പൊട്ടിക്കാതെ വെളിച്ചെണ്ണ ഒഴിക്കാതെ ഒരു കുട്ടി ഒരു ഇത്തിരി ഭക്ഷണം പോലും കഴിക്കില്ല. കഴിക്കില്ല. അപ്പൊ അന്ന് അതൊന്നുമില്ല. അതുപോലെ തന്നെ ഈ മുളക് അരച്ചാണ്, ചമ്മന്തിയാണ് അധികം ഉണ്ടാവും കൂടുതൽ. രാവിലത്തെ ചോറിന്റെ കറി ചമ്മന്തിയാണ്. ചോറാണോ കഞ്ഞിയാണോ? കഞ്ഞിയാണ്. ചോറ് കുറവാണ്. ഉച്ചയ്ക്കും ഇത് തന്നെയാണ്, ചമ്മന്തിയാവുള്ളൂ മിക്കവാറും. കറികൾ ഉണ്ടാവില്ല. അരി നിങ്ങൾ കൃഷി ചെയ്ത് കിട്ടുന്ന അരി ഉണ്ടാവും. ഈ കറികളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രീതിയിലുള്ള യാതൊരു കറികളും അന്നില്ല. ഞങ്ങൾ സാമ്പാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്നോ കേട്ടോ, അന്നത്തെ കാലത്ത് സാമ്പാറൊന്നും ഇല്ല. പിന്നെ എന്തായാലും ചക്കുക്കുരു മാങ്ങയുള്ള സമയത്ത് അതുകൊണ്ടൊരു കറി, ചക്കുരു മാങ്ങയും ഒരു കറി. പിന്നെ സാധാരണ രീതിയിലെ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കറിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പയറിൻ്റെ ഇല, ഈ നമ്മള് പയറുണ്ടല്ലോ, പയറിൻ്റെ ഇല അരിഞ്ഞ് ഒന്ന് വെള്ളം വറ്റിച്ച്, അത് ഒരു കറിയാണ്. പയറിന്റെ ഇല അരിഞ്ഞിട്ട് വെള്ളം വറ്റിച്ച ഒരു കറി. നമ്മള് സാധാരണ അതൊന്ന് പറ്റിച്ചെന്ന് അങ്ങനെ ഒന്ന് മാറ്റിയിടും പയറിന്റെ ഇല. അതൊരു കറിയാണ്. പിന്നെ അന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യം, അതായത് ഈ ജന്മി കുടിയൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എന്തായിരുന്നു? ഞങ്ങളുടെ സ്ഥലം രാമംഗലം ദേവസ്വം ഭൂമിയായിരുന്നു. അതാത് വർഷം പാട്ടം കൊടുക്കണം. പാട്ടെന്ന് പറഞ്ഞാൽ നെല്ലായിട്ടാണ് അധികം കൊടുക്കണം. പാട്ടം നെല്ലായിട്ടാണ് അളക്കേണ്ടത്. അപ്പൊ പാട്ടം കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞോളൂ ഈ വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 15-30-45 സെന്റ് സ്ഥലം ആണ് ഞങ്ങൾക്ക് കൃഷിയുടെ ഉള്ളൂ. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തേവി ഒക്കെ വേണം. അത് മോട്ടറൊന്നുമില്ല. 2 തേക്ക് തേവണം. അത് നനയ്ക്കാൻ ജലസേചനം നിങ്ങൾ കൈകൊണ്ട് തന്നെ വെള്ളം കോരി. തേവി അല്ലാണ്ട് മോട്ടറൊന്നുമില്ല ഇല്ല. അപ്പോൾ ഈ നെൽകൃഷി ഈ പറഞ്ഞോണം അവസാനം കൊയ്യാൻ നേരത്തെ വരുമ്പോഴത്തേക്കും ഒന്നും കാര്യമായിട്ട് കണ്ട അതിരും ഇതുമൊക്കെ വന്ന്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വലിയ ബന്ധങ്ങളാവുകൊണ്ട് എല്ലാവരും കൊയ്യാൻ വരും. എല്ലാവരും അവിടെ അപ്പച്ചനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവരൊക്കെ ആയിട്ട് വലിയ ബന്ധം. അപ്പം പുസ്തമ്പര എന്നാണ് ഇത് പറയുന്നത്. പുസ്തമ്പരയായിട്ട് കൊയ്ത്തും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് അതൊരു സർവീസായിട്ടാണ്, സേവനമായിട്ടല്ല. അത് സാധാരണ രീതിയിൽ കൂടും. മുമ്പൊക്കെ ഈ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും കൊടുക്കും. അതായത് കൊയ്തതിനുള്ള പ്രതിഫലം. അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഈ പാട്ടടക്കാൻ അതായത് ജന്മിക്ക് പിന്നെ കൊടുക്കാനുണ്ടാവില്ല.
അങ്ങനെ വന്ന് പാട്ടക്കുറിശിയായി ഞങ്ങളെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കണ പോലെ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത. ഇവർക്ക് നെല്ല് കൃത്യമായിട്ട് അളന്നില്ലെങ്കിൽ അവരവിടെ കുടിശ്ശികയായിട്ട് പാട്ടക്കുടിശ്ശിക വന്ന് ഒരു 3, 4, 5, 6 വർഷത്തെ പാട്ടം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ വന്ന് ഞങ്ങളെ കൂട്ടിയിറക്കി. വീട്ടിൽ നിന്ന് കൂട്ടി അന്ന് അവർ കൂട്ടിയിറക്കി. പിന്നെ അമ്മ കിടന്ന്, അമ്മയുടെ വീട് മഴൂരിലാണ്. അമ്മ അവിടെ ചെന്ന് നിർവിളിച്ച് ഈ അമ്മയുടെ കൊച്ചപ്പനും അവരെ ബന്ധക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഴുവന്നൂർ മാരും ഇവരൊക്കെ വളരെ അടുപ്പമുള്ളവരാണ്. അങ്ങനെ വന്ന് ഒരു ചെറിയ ഇളവൊക്കെ അയാൾ ചെയ്തെങ്കിലും ഈ പാട്ടക്കുറിശി അങ്ങനെ തന്നെ നിന്നു. ഈ പെര പൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ വേറെ ആരും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പെര പൂട്ടിക്കൊണ്ടുപോയാൽ എങ്ങനെയും കള്ളത്താക്കൾ തുറന്ന് നിങ്ങൾ അകത്ത് കിടക്കണം. അപ്പോഴത്തേക്ക് ഒരു പണിക്കൻ ഇവിടെ അടുത്തുണ്ടായിരുന്നു, കൊല്ലനെ കഴിച്ചു കൊണ്ടുവന്ന് ഒരു കൊള്ളത്താക്കലിട്ട് തുറന്നു കരിക്കകത്ത് കയറി. അവരറിഞ്ഞില്ല. അങ്ങനെ മേലുപദ്രവൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഇങ്ങനെ പാട്ടക്കുറിശിയായി. അതാണ് അതിൻ്റെ ചരിത്രം. പാട്ടക്കുറിശിയായി കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. പിന്നെ ഈ 57 ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ 2 കൊല്ലത്തെ പാട്ടം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി EMS മുഖ്യമന്ത്രി 2 വർഷത്തെ പാട്ടം കൊടുത്തുകൊണ്ട് സർവ്വ പാട്ടക്കുടിശ്ശികയും റദ്ദ് ചെയ്തുകൊണ്ട് ഒരു ഓർഡിനൻസ് നിയമസഭയിൽ കൊണ്ടുവന്നു. അതായത് ആകെ 2 തവണത്തെ പാട്ടക്കുടിശ്ശിക കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം നമ്മുടെ ആവും. അങ്ങനെയാണ്. സന്തോഷം. അങ്ങനെ ആ ഒരു നിയമം, അതൊരു വിപ്ലവകരമായ മാറ്റായിരുന്നു. ആ ഒരു നിയമം വന്നപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു. 2 കൊല്ലത്തെ പാട്ടാളന്നു. 2 കൊല്ലത്തെ എന്ത് വിഷമിച്ചാലും 2 കൊല്ലത്തെ പാട്ടാളന്നു. ഞങ്ങൾക്ക് സ്ഥലം നമ്മുടെ അങ്ങനെ അങ്ങനെ ഒരവസ്ഥ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫീസ് 10ാം ക്ലാസ് വരെ ഫീസ് കൊടുക്കണം. അല്ല, ഫീസ് ഇല്ലായിരുന്നു. അത് ഈ 57 നിയമം വന്നപ്പോഴാണ് ഈ അതുവരെ 6ാം ക്ലാസ് 4 കഴിഞ്ഞാൽ പിന്നെ ഫീസ് കൊടുക്കണം. 4ാം ക്ലാസ് കഴിഞ്ഞാൽ 6 രൂപ അങ്ങോട്ട് ഫീസ് കൊടുക്കണം കുട്ടിക്ക്. അപ്പോൾ ഈ ഓരോ ക്ലാസ്സിനും ഫീസ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ 4ാം ക്ലാസ് വരുമ്പോൾ എൻ്റെ അപ്പച്ചൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല. കാരണം ഫീസ് കൊടുക്കണം എന്നുള്ളത്, ഫീസിൽ കാശില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തി. അങ്ങനെ എല്ലാവരും നിർത്തും, മിക്കവാറും ഒക്കെ നിർത്തും. വലിയ സമ്പന്നരുടെ പിള്ളേർ മാത്രമേ പഠിത്തം നിർത്താതിരിക്കുള്ളൂ. ബാക്കിയൊക്കെ ഈ 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം നിർത്തും. അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ആ സാഹചര്യമല്ലോ. ഇപ്പൊ പ്രീ ഡിഗ്രി വരെ സൗജന്യവും നിർബന്ധിതവുമായ +2 വരെ. എന്ത് മാറ്റമാണെന്ന് അറിയാമോ ഇപ്പൊ വന്നത്? ഇപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇന്ന് കിട്ടിയേക്കണേ. അന്ന് ഒരു സൗകര്യമില്ലല്ലോ. ഇപ്പൊ ഉച്ചഭക്ഷണം, സ്കൂളിൽ ഭക്ഷണം, മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഉച്ചയ്ക്കൊക്കെ വെറുതെ പട്ടിണി ഇരിക്കും, ഒന്നും കഴിക്കില്ല. സ്കൂൾ വിട്ട് വന്നിട്ട് എന്ത് കഴിക്കും? സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ട മാവേ കയറി മാങ്ങ, ആഞ്ഞിരിക്ക വെള്ളം, അതുപോലെ തന്നെ കൊടംപുളിയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തിന്നാനുള്ളൂ. ഈ കർക്കിടമാസം, മിഥുനം കർക്കിടമാസമൊക്കെ ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. കപ്പക്കിഴങ്ങ് വരെ ഉണ്ടാവില്ല, എല്ലാം തീർന്നു. അപ്പോൾ ആ സമയം മഴ സമയത്ത് പട്ടിണി. അത് തന്നെയല്ലേ ഈ കപ്പ. അന്ന് ഈ പറഞ്ഞ ശാസ്ത്രീയമായി കപ്പ നടാനൊന്നും നോക്കില്ല. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാരം മാടി ഒരു കോല് കുത്തും. അത് ഈ പറഞ്ഞ വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ 2 പേരുണ്ടാവും. വളമൊന്നുമില്ല. വളം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചാരം, ഈ അടുപ്പിലെ ചാരവും ചാണകവും, അല്ലാണ്ട് വേറെ ഒന്നും. ചാണകം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് കൊണ്ടുപോകണം. നെൽകൃഷിക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ ഈ രാസവളങ്ങളും അതൊന്നും വന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. എല്ലുപൊടിയൊക്കെ മേടിച്ചിടാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ലല്ലോ. ഈ രാസവളമൊക്കെ ഇറങ്ങിയിട്ട് എത്ര നാളായി? രാസവളം ഇറങ്ങിയിട്ട് FACT വന്നതിന് ശേഷം അല്ലേ? അതിന് ശേഷം ഇവിടെ രാസവളം വന്നിട്ടുള്ളൂ. മറ്റേ ഈ വളമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലുപൊടി കുമ്മായം. അപ്പോൾ എന്തായാലും മത്തായി ചേട്ടൻ്റെ ഒരു വാക്കുകൾ വളരെയേറെ ആവേശകരമാണ്. പഴയ കാലത്തെ കുറിച്ച് അത് സാരല്ല, എന്നാലും അത് ഞങ്ങൾക്ക് കുട്ടികൾക്കും അധ്യാപകർക്കും ഇപ്പോഴുള്ള പുതുതലമുറയിലുള്ളവർക്കൊക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് മത്തായി ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരിക്ക് വേണ്ടി മണ്ണാങ്കട്ടയും കരിയിലയും എന്ന പ്രോഗ്രാമിന് വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട മത്തായി ചേട്ടൻ ഇവിടുത്തെ കോലഞ്ചേരി കടയിരിപ്പ് സ്വദേശിയാണ്. ഞാനൊക്കെ മത്തായി ചേട്ടനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ, മത്തായി ചേട്ടൻ്റെ വർത്തമാനങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പല കാര്യങ്ങളും മത്തായി ചേട്ടൻ പറയുമ്പോൾ വളരെയേറെ അത്ഭുതം തോന്നാറുണ്ട്. വളരെ ഓർമ്മയോടുകൂടി
പഴയ കാലത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നു. ഇനിയും നമുക്ക് മത്തായി ചേട്ടനെ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. അപ്പോൾ മത്തായി ചേട്ടനോടുള്ള നന്ദി ടീം റിസോഴ്സ് ടീം ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.